ആവറേജ് എക്സ്പെക്ടേഷൻ 24,000 പൗണ്ട്സ്, അതായത് നമ്മുടെ 24 lakhs per annum. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു പ്രൊഫഷനായിട്ട് മാത്രം കാണരുത്. നമുക്കൊരു വളരെ ഷോർട്ട് ടേമിൽ, വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റും. അതിൽ പഠിച്ചിരിക്കുന്ന ഇന്ത്യയിൽ വന്നിട്ട് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് യു കെയിൽ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ? യു കെ പോലുള്ള ഒരു രാജ്യത്ത് പോയിട്ട് മാസ്റ്റേഴ്സ് ചെയ്ത വ്യക്തിയാണ് അഖിൽ. സോ ഇന്ത്യയിൽ വീണ്ടും തിരിച്ചു വന്നിട്ട് എന്തുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ളൊരു കോഴ്സ് അതും ഇന്ത്യയിൽ തന്നെ ചെയ്യാനായിട്ടുള്ളൊരു എന്താണ് അഖിലിന് അങ്ങനെ ഒരു തോന്നിയതിൻ്റെ കാരണം? ബേസിക്കലി ഞാൻ യു കെയിൽ നിന്ന് MSc ഇൻ മാർക്കറ്റിംഗ് ആണ് ചെയ്തത്. ആ കോഴ്സ് കുറച്ചുകൂടി തിയററ്റിക്കൽ ആയിട്ടുള്ളൊരു കോഴ്സാണ്. നമ്മുടെ ഇപ്പോൾ പഠിച്ച കോഴ്സ് കുറച്ചുകൂടി പ്രാക്ടിക്കലാണ്. ഇപ്പോൾ നമുക്ക് ഇൻ പേഴ്സൺ നമുക്കൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി ആ ബിസിനസ്സിനെ ഒരു വെബ്സൈറ്റ് തുടങ്ങി, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള മോഡേൺ ടെക്നോളജീസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡിജിറ്റലി ബൂസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു വളരെ ഷോർട്ട് ടേമിൽ, വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റും. നമുക്ക് യു കെ പഠിച്ച ഡിഗ്രി കുറച്ചുകൂടി തിയററ്റിക്കലാണ്, ഇത് കുറച്ചുകൂടി പ്രാക്ടിക്കലാണ്. അപ്പോൾ രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കഴിഞ്ഞില്ലേ, എന്താണ് ഇപ്പോൾ തോന്നുന്നത്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ IIDMലുള്ളത്. ഞാൻ എൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ 2 മാസത്തേക്കാണ് നാട്ടിൽ വന്നത്. അപ്പോൾ 2 മാസം കൊണ്ട് വളരെ വൈഡായിട്ട് തന്നെ പഠിക്കാൻ പറ്റി. കാര്യങ്ങൾ എല്ലാം ചോദിക്കുന്ന ഡൗട്ട് ക്ലിയറൻസ് ആണെങ്കിലും എന്താണെങ്കിലും വീണ്ടും ആര്യ മാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് UK സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ അതുപോലുള്ള സർട്ടിഫിക്കേഷൻസിൻ്റെ കാര്യം. ഇന്ത്യയിൽ വന്നിട്ട് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് യു കെയിൽ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമോ? എനിക്ക് മാർക്കറ്റിങ്ങിൻ്റെ ജോബ്സിനാണെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ജോബ്സിനാണെങ്കിലും അപ്ലൈ ചെയ്യാം. എനിക്ക് ബേസിക്കലി ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു ബിഗിനറാണ്. എനിക്ക് പ്രയർ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ പഠിച്ച നമ്മുടെ കോഴ്സ് കാരണം എനിക്ക് അതിനെപ്പറ്റി ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടി. അപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ, ഇപ്പം യു കെയിലാണെങ്കിൽ തന്നെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ യു കെയിലേക്ക് പോകുമ്പോഴത്തേക്കും എങ്ങനെയാണ് അവിടുത്തെ സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ? ഞാൻ ബേസിക്കലി അവിടുന്ന് മാസ്റ്റേഴ്സ് എടുത്തതുകൊണ്ടും എനിക്ക് എക്സ്ട്രാ സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ടും ഏത് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ടും എൻ്റെ ഒരു ആവറേജ് എക്സ്പെക്ടേഷൻ 24,000 പൗണ്ട്സ്, അതായത് നമ്മുടെ 24 lakhs per annum അതാണ് എൻ്റെ എക്സ്പെക്ടേഷൻ. അപ്പോൾ നമുക്ക് ബേസിക് ടാക്സ് റിഡക്ഷനെ കഴിഞ്ഞിട്ട് മന്ത്ലി ഒരു 1.5 to 2 lakhs in between ആസ് എ ബിഗിനർ. ഓക്കെ അഖിൽ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ.